ഗാസയിൽ വ്യോമാക്രമണം ശക്തമാക്കി ഇസ്രയേൽ. വടക്കൻ ഗാസയിലെ സൈനിക താവളം തകർത്തു. മധ്യ ഗാസയിൽ കരസേന നിരീക്ഷണവും ഇസ്രയേൽ ശക്തമാക്കി. ബന്ദികളുടെ മോചനം പൂർത്തിയാകുന്നതുവരെ സൈനിക നടപടി തുടരുമെന്ന് ഇസ്രയേൽ അറിയിച്ചു. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ ജോസ്, വിവരങ്ങൾ. പക്ഷേ തീർച്ചയായും ശക്തമായ ഒരു ആക്രമണമാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇക്കഴിഞ്ഞ ദിവസം ശക്തമായ വ്യോമാക്രമണം ആരംഭിക്കുകയും തുടർന്ന് ഇപ്പോൾ കരസേന ആക്രമണം, കര നിരീക്ഷണം തന്നെ മധ്യ ഗാസയിൽ നടത്തുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ നിരവധി പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഹമാസിന്റെ നിരവധി ഭീകരർ, ആ മേഖലയിൽ തമ്പടിച്ചിരുന്ന ഭീകരരെല്ലാം തന്നെ കൊലപ്പെടുത്താനുള്ള നീക്കം തന്നെയാണ് നടന്നത്. 400ഓളം പേർക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത്. ശക്തമായ ഒരു ആക്രമണം തന്നെയാണ് നടത്തുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ വിളിച്ചിരിക്കുന്ന ഭീകരരെ മുഴുവൻ കണ്ടെത്തി കടുത്ത നടപടികളിലേക്ക് നീങ്ങാനുള്ള ഒരു തീരുമാനം തന്നെയാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇന്നലെയാണ് ഇത് സംബന്ധിച്ച് ഭാരതത്തിന്റെ കൃത്യമായ ഒരു നിലപാട് പുറത്തു വന്നത്. ബന്ദികളുടെ മുഴുവൻ മോചനം ഉടൻ സാധ്യമാക്കണമെന്ന കൃത്യമായ നിലപാട് ഭാരതവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ ഗാസയിലെ സാധാരണ ജനങ്ങൾക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു നീക്കങ്ങൾ ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതിനെ അതിശക്തമായി ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് മധ്യ ഗാസയിലെ നെറ്റ്രീം മേഖലയിൽ നെറ്റ്രീം ഇടനാഴി പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുക അല്ലെങ്കിൽ നിയന്ത്രണത്തിലാക്കുക എന്ന നീക്കമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ അതിനുവേണ്ടിയുള്ള സൈനിക നീക്കങ്ങൾ ശക്തമാക്കുന്നു എന്നാണ് അറിയാനും സാധിക്കുന്നത്. കടുത്ത നടപടികളിലേക്ക് വീണ്ടും ഇസ്രായേൽ പോകുന്നു. ബന്ദികളുടെ മോചനം, അതായത് 50-ലേറെ ബന്ദികളുടെ കസ്റ്റഡി ഇപ്പോഴും ഹമാസിന്റെ കയ്യിലാണ്. ആ ബന്ദികളുടെ മോചനം സാധ്യമാകുന്നതുവരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളിലേക്ക് നീങ്ങുമെന്നും രണ്ടാം ഘട്ട വെടിനിർത്തലിലേക്ക് കടക്കാനുള്ള സാഹചര്യം നിലവിലില്ലെന്നുമുള്ള നിലപാടിലാണ് ഇസ്രായേൽ ഇപ്പോഴുള്ളത്. അക്ഷയ. ശരി, ഗാസയിൽ വ്യോമാക്രമണം ശക്തമാക്കി ഇസ്രയേൽ. വടക്കൻ ഗാസയിലെ സൈനിക താവളം തകർത്തു. മധ്യ ഗാസയിൽ കരസേന നിരീക്ഷണവും ഇസ്രയേൽ ശക്തമാക്കി. ഐസൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്.